ഓക്കെ, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് അക്കാദമി. സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ MCQ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഒരുപാട് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കോൺസെപ്റ്റ് വൈസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയുള്ള ക്വസ്റ്റ്യൻ്റെ അടുത്ത് ബാക്കി വരുന്ന ഭാഗമാണ്. നമ്മൾ ബയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ പറഞ്ഞ ടോപ്പിക്കായിരുന്നു. ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനായി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കാനുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, നമുക്കിനി 48th ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് പല ക്വസ്റ്റ്യൻ എക്സാമുകളിലൊക്കെ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ പല ആളുകളും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പം ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അതായത് ദ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് എ റെക്ടാങ്കുലർ ലാമിന immersed vertically in water up to a height h is given by. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്തിൻ്റെ? ഒരു റെക്ടാങ്കുലർ ലാമിനെ നമ്മൾ വെർട്ടിക്കലി എന്ത് ചെയ്യുന്നു? വാട്ടറിനകത്ത് ഇമ്മേഴ്സ് ചെയ്യുന്നു. ഓക്കെ, അപ് ടു എ ഹൈറ്റ് എച്ച്. നമുക്കൊരു എച്ച് ഹൈറ്റിലാണ് നമ്മൾ എച്ച് ഹൈറ്റുള്ള റെക്ടാങ്കുലർ ലാമിനാണ് നമ്മൾ ആ ഒരു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിലേക്ക് നമ്മളിങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വെറുതെ ബൈ ഹാർട്ടാക്കി പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. എന്നാലും പുറത്ത് വെക്കാൻ എളുപ്പമുള്ളൊരു ആൻസർ തന്നെയാണ്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ചിലപ്പോൾ ഡൗട്ട് വന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ട് നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതല്ല റെക്ടാങ്കുലർ ലാമിനേക്ക് വരും അതിൻ്റെ ഷേപ്പൊക്കെ മാറി ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് നമുക്ക് ഡെപ്ത് ഓഫ് സെൻറ്റർ പ്രഷറൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഞാൻ ഫിഗറിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡിനകത്തേക്ക്, ഇത് ഒരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് ആണ്. അതായത് ഇവിടെയൊക്കെ എന്തുണ്ട്? ഇതിൻ്റെ താഴേക്ക് മൊത്തം ലിക്വിഡാണ് അല്ലേ. ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് എന്ന് പറയുന്നതാണ് ഏറ്റവും മേലത്തെ ആ ലെയറാണ് ഫ്രീ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിക്വിഡിനകത്തേക്ക് എന്താ ചെയ്യുന്നത്? ഈ ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഒരു റെക്ടാങ്കുലർ ലാമിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാണ്. ഓക്കെ, ഒരു റെക്ടാങ്കുലർ ലാമിനെ നമ്മൾ ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കുലർ ലാമിന എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അതിൻ്റെ ടോപ്പ് സർഫസ് നമ്മുടെ ഫ്രീ സർഫസുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇത്ര, അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് എച്ച് ഡെപ്തിലാണ് എന്ത് ചെയ്യുന്നത്? അത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, എച്ച് ഡെപ്തിലാണ് അത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്കെന്ത് പറയാൻ പറ്റും? നമുക്കിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എച്ച് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എച്ച് ഡെപ്തിലാണ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷറിനേക്കാളും മേലെ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ അത് മൊത്തം അതിൻ്റെ ആ ഒരു ടോട്ടൽ വെയിറ്റ് അല്ലേ, ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടം വരെ വരുന്ന ആ ഒരു ഡെപ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എച്ച് ബാർ. ഓക്കെ, ഇവിടം വരെ വരുന്ന ആ ഒരു ഡെപ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന, അല്ലെങ്കിൽ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ആ ഡെപ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ആ ഡെപ്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എച്ച് സ്റ്റാർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എച്ച് സ്റ്റാറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചുള്ളത് എന്താണ്? ഈ എച്ച് സ്റ്റാറാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഈ എച്ച് സ്റ്റാറാണ് നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണത് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് നമ്മൾ പഠിച്ച പോലെ എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ IG ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാറാണ് നമ്മുടെ കോമൺ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ കോമൺ ഇക്വേഷനാണ് നമ്മുടെ IG ബൈ എച്ച് ബാർ പ്ലസ്
എച്ച് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പറയാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അറിയാത്ത ആൾക്കാർ. നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മളിതിനെ സോൾവ് ചെയ്യാൻ പോകണം. അതായത് നമുക്കറിയാം ഇക്വേഷനിലെ ഈ ഐ ജി എന്ന് പറയുന്ന ടേം ഉണ്ടല്ലേ, ഐ ജി എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കുലർ ലാമിനേൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. ഓക്കെ, ഐ ജി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റെക്റ്റാങ്കുലർ ലാമിനേൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഷോർട്ടായിട്ട് MI എന്ന് പറയാറുണ്ട്. അതുപോലെ എ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഈ റെക്റ്റാങ്കുലർ ലാമിനേൻ്റെ ഏരിയ ആയിരിക്കും എ എന്ന് പറയുന്നത്. അതുപോലെ എച്ച് ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഈ നേരത്തെ പറഞ്ഞുള്ള ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മുടെ എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ ടേമും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ കേസിലുള്ള ഓരോ ടേമും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഐ ജി എന്ന് നമ്മൾ പറഞ്ഞു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ഓക്കെ, നമുക്ക് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രീനിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ മാത്രം മതി, നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ മാത്രം മതി. എച്ച് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ റെക്റ്റാങ്കിളിൻ്റെ ഐ ജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബി, അതായത് നമ്മുടെ ആ റെക്റ്റാങ്കിൾ പോലെ റെക്റ്റാങ്കിളിൻ്റെ നീളം വീതി നമുക്ക് ജസ്റ്റ് ഇത് ബി ആണ്. നമുക്ക് ജസ്റ്റ് ഇതിനെ വീതി ബിയും കൊടുക്കാം, ഹൈറ്റ് പിന്നെ ക്വസ്റ്റ്യനിൽ എച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബീൻ്റെ എച്ച് എന്ന് പറയാൻ പറ്റുന്നു. അതായത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും, നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ BH³/12 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ ജിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐയുടെ സ്ഥാനത്ത് നമുക്ക് ഇക്വേഷൻ കൊടുക്കാം, BH³/12 കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് പ്ലസ് എന്ത് എഴുതാം, പ്ലസ് ഇവിടെ മേലെ എച്ച് ബാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾ ഡിവൈഡ് ബൈ എന്തുണ്ട്, നമുക്ക് AH ബാറും കൂടി ഉണ്ട് അല്ലേ. ഓൾ ഡിവൈഡ് ബൈ ഈ AH ബാർ കാണിക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആയിരിക്കും അല്ലേ, നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ആണ് നമുക്കറിയാം, ഈ B × H ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ B × H എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം, താഴെ ഒരു എച്ച് ബാറും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ എച്ച് ബാറും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, H ബാറും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി ഇവിടെ എഴുതാം. ഞാൻ ഈ റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് BH³/12 ഓൾ ഡിവൈഡ് ബൈ BH ഡെച്ച് ബാർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ എഴുതാം. മേലേക്ക് തന്നെ വരും, അത് BH³/12 ഇൻറ്റു എന്ത് ചെയ്യും, നമുക്ക് ഇവിടേക്ക് എന്ത് ചെയ്യും, നമ്മൾ താഴെയുള്ള BH ഉം H ബാറും എന്ത് ചെയ്യും, നമ്മൾ മേലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലേ ഇവിടേക്ക് എത്തും. BH × H ബാർ ഇവിടെ എത്തും. പിന്നെ പ്ലസ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന H ബാർ. ഓക്കെ, ഈ H ബാറാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം വിട്ടുപോയി. അതിൻ്റെ മുന്നേ നമുക്ക് എച്ച് ബാറിൻ്റെ കേസ് അല്ലേ, നമുക്കിവിടെ എച്ച് ബാർ വന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ കേസിൽ എച്ച് ബാർ നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ബാർ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അതായത് എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മുടെ ഇത് റെക്റ്റാങ്കുലർ ലാമിനാണെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഫ്രീ സർഫസ് ആണ്. ഈ ഹൈറ്റ് H ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എച്ച് ബാർ കാണാൻ പറ്റും. എച്ച് ബാർ എന്തായിരിക്കും, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലേ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ എന്ത് ചെയ്യുക, നമ്മൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോട്ടൽ ലെങ്ത്ത് H ആണെങ്കിൽ നമ്മുടെ എച്ച് ബാർ എന്തായിരിക്കും, H/2 ആയിരിക്കും അല്ലേ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ H/2 ആയിരിക്കും, അതിൽ സംശയമില്ലല്ലോ, H/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് നമ്മുടെ ഈ എച്ച് ബാറിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു H/2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എച്ച് ബാറിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് H/2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്ലസ് എച്ച് ബാറിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, H/2
2 കൊടുക്കാം. അതുപോലെ ഈ എച്ച് ബാർ ഉണ്ട്, ഈ എച്ച് ബാറാണ് നമ്മൾ ഇവിടെ കൊടുത്തുള്ളത് അല്ലേ, ബി എച്ചിൻ്റെ ഇവിടെ ശരിക്കും എച്ച് ബാർ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ എച്ച് ബാറിന് വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ h/2 തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇത് വൈപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് ബൈ ഇൻറ്റു h/2 തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, എച്ച് ബാറിന് വരെ നമ്മൾ h/2 നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ 12ഉം 2ഉം നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 6 ഉണ്ടായിരിക്കും ബാക്കി. മേലെ BH³ താഴെ BH ഉണ്ട്, ഉണ്ട് പിന്നെ H ഉണ്ട്. ഈ എച്ചും 2H ആയി, ഇതിലെ ക്യൂബ് മാറി സ്ക്വയർ ക്യൂബ് എന്താവും ക്യാൻസലായിട്ട് BH മാത്രമായിട്ട് വരും. പിന്നെ ഈ ബിയും ഉണ്ട്, ഈ ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ആരൊക്കെ ഇനി മേലുണ്ടായിരിക്കുന്ന ആൾക്കാർ നമ്മുടെ H ബാക്കിയുണ്ട് മേലെ, താഴെ 6 ബാക്കിയുണ്ട് അല്ലേ, ബാക്കിയെല്ലാം ക്യാൻസലായി. പ്ലസ് പിന്നെ ഈ കാണുന്ന h/2 ഉള്ളൂ പുറത്ത്, h/2 ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫൈനലി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. h/6 പ്ലസ് h/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ LCM എടുക്കാം. എന്തായാലും നമുക്ക് 2 H ചെയ്താൽ 2H പ്ലസ് 6 H ചെയ്താൽ 6H. അപ്പോൾ 2H പ്ലസ് 6H നമുക്ക് 8H കിട്ടും. ഡിവൈഡ് ബൈ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 × 2 നമുക്കറിയാം 12 ആണ്. വീണ്ടും നമ്മൾ ക്യാൻസൽ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 2 4 8 3 4 12 ആണ്. ഓക്കെ, 2 4 8 3 4 12. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫൈനലി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതായത് ഇത് നമുക്ക് ഫൈനലി എന്ത് ചെയ്യാം, ഇവിടേക്ക് മാറ്റി എഴുതാം. നമ്മുടെ ആൻസർ വരിക H* ഈക്വൽ ടു 2/3H. ഓക്കെ, H* ഈക്വൽ ടു നമുക്ക് 2/3H എന്ന് നമുക്ക് ഫൈനൽ ആൻസറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടിയത് എല്ലാവർക്കും അങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ ബൈ ഹാർട്ട് വെച്ച് പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചേക്കുന്ന സ്പീഡിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും 2H/3 എന്നൊക്കെ നമ്മൾ 2/3H എന്നൊക്കെ പഠിച്ച് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ പഠിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ 3/2H ആണോ അല്ലെങ്കിൽ 1/3H ആണോ, അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അഥവാ കൺഫ്യൂഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ കണ്ടെത്താനുള്ള ഐഡിയയും കൂടി നമുക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സ്കോർ കൂടി നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരിക്കും, നമുക്ക് 2/3H ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ പ്രകാരം 2H/3 അല്ലെങ്കിൽ 2/3H ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഓപ്ഷനിൽ H/3 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കാണുമ്പോൾ എക്സാമിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അഥവാ കൺഫ്യൂഷൻ വന്നത് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 40th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വലുത് വരുമ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ചിലപ്പം വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ സെൻറ്റൻസുകളൊക്കെ വാരി വലിച്ച് ഒരുപാട് നീട്ടി വലിച്ച് എഴുതിയതായിരിക്കും നമുക്കിതുപോലെ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ പ്ലേറ്റ് ഓഫ് 3 meter diameter is submerged vertically with its center under water at a depth of 20 meters. Similarly, another plate lies horizontally at a depth of 20 meter. The total force on the horizontal plate will be, നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, more than the force on the vertical plate, less than the force on the vertical plate, same as on the force on the vertical plate, none of these. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇതെന്താണെന്ന് ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അതായത് ഒരു സർക്കുലർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നത് 3 meter ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു സർക്കുലർ പ്ലേറ്റിന് 3 meter ഡയമീറ്റർ ഉണ്ട്. വെർട്ടിക്കലി എന്ത് ചെയ്യുന്നു, ഒരു വാട്ടറിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനകത്തേക്ക്, ആ വാട്ടറിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെർട്ടിക്കലി വാട്ടറിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട് അറ്റ് എ ഡെപ്ത് ഓഫ് 20 meters. ഓക്കെ, വിത്ത് ഇറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വെർട്ടിക്കലി വിത്ത് ഇറ്റ് സെൻറ്റർ അണ്ടർ വാട്ടർ അറ്റ് എ ഡെപ്ത് ഓഫ് 20 meters എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ സർക്കുലർ പ്ലേറ്റിൻ്റെ സെൻറ്റർ വരെ വരുന്ന ഡിസ്റ്റൻസാണ് 20 meter എന്ന് പറയുന്നത്. ഓക്കെ, 20 meter എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 meterലുള്ള സർക്കുലർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു, 20 meter താഴേക്ക് എന്ത് ചെയ്യുന്നു, ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതിന് ഡയമീറ്റർ 3 meter ആണ്. അപ്പോൾ 20 meter താഴേക്കാണ്, സെൻറ്റർ വരെയാണ് ഡിസ്റ്റൻസ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, സെൻറ്റർ എന്ന് പറഞ്ഞിട്ടല്ലേ, വിത്ത് ഇറ്റ് സെൻറ്റർ അണ്ടർ വാട്ടർ അറ്റ് എ ഡെപ്ത് ഓഫ് 20 meters എന്ന് പറയുന്നുണ്ട്. സോ
20 മീറ്റേഴ്സ് വരെ ഡെപ്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമിലർലി അനദർ പ്ലേറ്റ് ലൈസ് ഹൊറിസോണ്ടലി അറ്റ് എ ഡെപ്ത് ഓഫ് 20 മീറ്റേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെയിം ഷേപ്പിലുള്ള മറ്റൊരു അല്ലേ, സിമിലർലി അനദർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറെ പ്രത്യേകിച്ച് റെക്റ്റാങ്കിൾ ഷേപ്പൊന്നോ വേറെ ഷേപ്പൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമിലർലി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു സർക്കുലർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടലായിട്ട് 20 മീറ്ററിൽ എന്ത് ചെയ്യുന്നു, ഇമ്മേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഹൊറിസോണ്ടലി അറ്റ് എ ഡെപ്ത് ഓഫ് 20 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതേപോലെ ഫ്രീ സർഫസിൽ നിന്നും 20 മീറ്റർ താഴെ എന്തായിരിക്കും, പിന്നെ ഹൊറിസോണ്ടലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമ്മേഴ്സ് ചെയ്ത് വെച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഡിസ്റ്റൻസ് അതും 20 മീറ്റർ തന്നെയാണ് അല്ലേ. ഇതെല്ലാം എന്തായിരിക്കും, ഇതിൻ്റെ സെൻറ്ററൊക്കെ ഒരേ ലെവൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണെങ്കിൽ അല്ലേ, ഇതും 20 മീറ്റർ, അതുപോലെ ഇതും 20 മീറ്റർ ആണ്. സോ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് നിൽക്കുന്നത്, ഇത് പക്ഷേ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് വിൽ ബി. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലേറ്റിന് മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വെർട്ടിക്കൽ പ്ലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ്. അതായത് മോർ ദാൻ ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്ലേറ്റ്, വെർട്ടിക്കൽ പ്ലേറ്റിനേക്കാളും കൂടുതലായിരിക്കുമോ, അല്ലെങ്കിൽ ലെസ് ദാൻ ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്ലേറ്റിനേക്കാളും കുറവായിരിക്കുമോ, അല്ലെങ്കിൽ രണ്ടിലും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വീണ്ടും മനസ്സിലാക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ ഈ കേസിൽ വാട്ടറിൻ്റെ ഫ്രീ സർഫസ് ആണ് അല്ലേ. അതായത് ഇവിടെ ഉള്ളതൊക്കെ എന്താണ്, താഴേക്കൊക്കെ വാട്ടർ ഉണ്ട്. ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ, നമ്മൾ തിയറി ക്ലാസ്സിൽ ഒരുപാട് ഡെപ്തിൽ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതിലെന്തുണ്ട്, 2 സർക്കുലർ പ്ലേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഒന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ വെർട്ടിക്കലാണ്, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ വരെ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് 20 മീറ്ററാണ്. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് 20 മീറ്റർ താഴേക്കാണ് ഇമ്മേഴ്സ് ചെയ്തുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട്, ഡയമീറ്റർ നമുക്ക് 3 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, 3 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 20 മീറ്റർ താഴെ തന്നെ എന്ത് ചെയ്യുന്നു അല്ല, ഈ 20 മീറ്റർ താഴെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു സർക്കിൾ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇമ്മേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹൈറ്റ് എന്തായിരിക്കും, സെയിം ഹൈറ്റ് തന്നെയാണ് പറയുന്നത്. അതായത് 20 മീറ്റർ ഡെപ്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന പ്ലേറ്റും നമ്മുടെ ഇമ്മേഴ്സ് വെച്ചത്. അതായത് ഇതും എത്രയാണ്, ഇതും 20 മീറ്ററാണ്. സെയിം ഡയമീറ്റർ തന്നെയാണ് നമ്മുടെ ആ ഒരു സർക്കിളിനുള്ളത്, സെയിം ഡയമീറ്റർ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ വെർട്ടിക്കൽ പ്ലേറ്റിലാണോ ഫോഴ്സ് കൂടുതൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലാണോ ഫോഴ്സ് കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം, റോ ജി എ എച്ച് ബാറാണ് അല്ലേ. അപ്പോൾ റോ ജി എ എച്ച് ബാർ, അപ്പോൾ നമുക്ക് അത് ഹൊറിസോണ്ടൽ കേസിലും കാണണം, അതുപോലെ തന്നെ വെർട്ടിക്കൽ കേസിലും കാണണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഹൊറിസോണ്ടൽ കേസിൽ നമ്മൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റോ ജി എച്ച് ബാർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, റോ ജി എന്ന് പറഞ്ഞപ്പോൾ റോ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞില്ലേ, വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് 1000 ആണ്, ജി 9.8 ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 കേസിലും പറഞ്ഞാൽ രണ്ടും സെയിം ലിക്വിഡ് തന്നെയാണ്, രണ്ടും നമ്മൾ ഇമ്മേഴ്സ് വെച്ചുള്ളത്. അപ്പോൾ സെയിം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് റോ ജിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഏരിയ ആണ് വരുന്നത് അല്ലേ. ഏരിയ എന്തായിരിക്കും, രണ്ടിനും ഡയമീറ്റർ, ഇതിനും 3 മീറ്ററാണ് ഡയമീറ്റർ, ഇതിനും 3 മീറ്ററാണ് ഡയമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയേൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ഇക്വേഷനിലെ ഈ റോ ജി എ എന്തായിരിക്കും, രണ്ടിലും സെയിം ആണ്. സോ എന്തായിരിക്കും, അത് നമുക്ക് ക്യാൻസലായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ക്യാൻസലായിട്ട് പോകും. ഓക്കെ, പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലായിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മുടെ എച്ച് ബാറിലാണ്. അപ്പോൾ നമുക്ക് എച്ച് ബാർ തമ്മിലുള്ള റേഷ്യോ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ കേസിലും വെർട്ടിക്കലിൻ്റെ കേസിലും ഉണ്ടാകുന്ന എച്ച് ബാറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റമായിരിക്കും നമുക്ക് നമ്മുടെ ഫോഴ്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ക്യാൻസലായത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കാരണം സെയിം വാട്ടറിൽ തന്നെ അല്ലേ, ഈ സെയിം വാട്ടർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമ്മൾ ഈ 2 പ്ലേറ്റും ഇമ്മേഴ്സ് വെച്ചുള്ളത്. അതുപോലെ ഇപ്പോൾ റോയും ജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഏരിയ എന്താണ് സെയിം പ്ലേറ്റ് തന്നെയാണ്, അതായത് സെയിം ഡയമീറ്ററുള്ള സെയിം പ്ലേറ്റിനാണ്. സോ എന്തായിരിക്കും ഇവിടെ ഏരിയയും സെയിം തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, റോയും ജിയും എയും നമുക്ക് സെയിം ആണെന്ന് പറയാം. പിന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലപ്പം എച്ച് ബാറിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ കേസിലുള്ളതിൻ്റെ എച്ച് ബാർ നമുക്ക് എങ്ങനെ എടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പറയുന്നതാണ് എച്ച് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള നമ്മുടെ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എച്ച് ബാർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ, ഒരു സിമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് സെൻട്രലല്ല വിചാരിക്കാം, അതായത് ഈ ഒരു സർഫസിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയായാലും എന്തായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, എപ്പോഴും ഈ സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ വലിയ കൺഫ്യൂഷൻ വരാനില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സിമെട്രിക്കൽ ഷേപ്പാണ്. സോ എന്തായിരിക്കും ആ സർക്കിൾ ഷേപ്പ് അത് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കുക. സോ എന്തായിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ നമ്മുടെ എച്ച് ബാർ എത്രയായിരിക്കും പറയാൻ പറ്റുന്നു. എച്ച് ബാർ എന്തായിരിക്കും, ഈ പറഞ്ഞ 20 മീറ്ററിന് തന്നെ ഈക്വൽ ആയിരിക്കും നമ്മുടെ എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, 20 മീറ്റർ തന്നെ ആയിരിക്കും എച്ച് ബാർ നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ കേസിൽ നമുക്ക് എച്ച് ബാർ എന്ത് കിട്ടി, എച്ച് ബാർ 20 മീറ്ററാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെർട്ടിക്കലിൻ്റെ കേസിൽ നോക്കാം. എഫ് വിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ബാർ കാണാൻ നോക്കാം. അതാണ് നമ്മുടെ എഫ് വിൻ്റെ കേസ്, അപ്പോൾ വെർട്ടിക്കലിൻ്റെ കേസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഈ ഒരു സർക്കിൾ ഷേപ്പിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി എവിടെ ആയിരിക്കും, അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ഒരു സർക്കിൾ ഷേപ്പാണ്, അതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി എന്തായിരിക്കും, അതിൻ്റെ സെൻട്രലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് സെൻട്രലാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. 20 മീറ്ററിനായിരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് വരുന്ന ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു കേസിൽ വെർട്ടിക്കലിൻ്റെ കേസിൽ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ അതും 20 മീറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്കിവിടെ 20 മീറ്ററിനതാണ്. ഇനി ആലോചിച്ച് നോക്കാം, രണ്ടിലും എന്തായിരിക്കും വരിക, എഫ് എച്ച് ആയാലും എഫ് ഇ ആയാലും എന്തായാലും രണ്ടും സെയിം ഫോഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും അല്ലേ. രണ്ടും സെയിം ഫോഴ്സ് തന്നെ വരിക. അതിൻ്റെ അർത്ഥം ഇത് വെർട്ടിക്കലായിട്ട് വെച്ചാലും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വെച്ചാലും എന്തായിരിക്കും, രണ്ടിലും സെയിം ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ ക്വസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല. ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ ആൻഡ് ഫോഴ്സ് ഓൺ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ് ആർ ഈക്വൽ. ഇപ്പോൾ രണ്ടിലും ഈക്വലാണ് അല്ലേ. അപ്പോൾ ഒന്നിലും കൂടുതലും അല്ല, ഒന്നിലും കുറവും അല്ല, രണ്ടിലും എന്തായിരിക്കും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും നമ്മുടെ ആൻസർ ഏതായിരിക്കും, സെയിം ആസ് ഓൺ ദ അല്ലേ, ഓപ്ഷൻ സി ആയിട്ടുള്ള സെയിം ആസ് ഓൺ ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്ലേറ്റ്. അതായത് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് വിൽ ബി സെയിം ആസ് ഓൺ ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്ലേറ്റ് അല്ലേ. ഹൊറിസോണ്ടൽ പ്ലേറ്റിലുള്ള ഫോഴ്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലേറ്റിലുള്ള ഫോഴ്സ് എന്താണ്, രണ്ടും സെയിം ആയിരിക്കും, രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഞാൻ പറയുമ്പോൾ ഒരുപാട് ഡെപ്തിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ കാര്യം അറിയാമെങ്കിൽ ഇങ്ങനെയാണ് എടുക്കാമെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല, ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് പറയാൻ പറ്റും, രണ്ടിലും സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, രണ്ടിൻ്റെയും റോ ജിയും എയും സെയിം ആണ്. സോ എച്ച് ബാറിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റമായിരിക്കും ഇവിടെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ എച്ച് ബാർ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിന്ന് ആലോചിക്കാൻ പറ്റും, നമ്മളിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.